ഒരു MLA റോഡിൽ നടക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ BJPയോട് പോയി ചോദിക്കുക എന്തുകൊണ്ടാണെന്ന്. എന്താ കാരണം? CPM-നോട് ചോദിക്കുക എന്താ കാരണം? നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, BJPയോട് പോയി ചോദിക്കുക എന്താ കാരണം? അയാൾ MLA അല്ലേ, ജനങ്ങൾ ജയിപ്പിച്ചല്ലേ, അയാളെ എങ്ങനെ നിങ്ങൾ തടയും? എന്തിനു തടയണം? അല്ല, അത് കോൺഗ്രസ്സുകാർ തീരുമാനിക്കും, ഞാൻ മാത്രം തീരുമാനിച്ചാൽ പറ്റും. അവര് വോട്ടർമാര് കോൺഗ്രസ് ഉണ്ട്, രാഹുലിന് വോട്ട് ചെയ്ത BJPക്കാരുണ്ട്, രാഹുലിന് വോട്ട് ചെയ്ത CPM-കാരുണ്ട്. അവരോട് ചോദിക്കുക എന്തിനാ തടയണത്, എന്താ കാര്യം? യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി നിയമസഭയിൽ മാറ്റി നിർത്താനുള്ള തീരുമാനമെടുത്തു, പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോഴും അത്തരത്തിലുള്ള നടപടി പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എടുക്കുമ്പോൾ പാലക്കാട് നേതാക്കൾ മാത്രമേ പിന്തുണയ്ക്കുന്നത്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കുന്ന ഉത്സാഹം ആരുടെ പ്രേരണ കൊണ്ടാണ്? ആരാണ് പരാതിക്കാരി? എവിടെയാണ് പരാതിയുള്ളത്? നിയമവ്യവസ്ഥയുടെ മുമ്പിൽ എന്താണുള്ളത്? അപ്പൊ നിങ്ങളുണ്ടാക്കുന്ന പുകമറയ്ക്ക് ഞങ്ങൾ മറുപടി പറയണം. നേരെ മറിച്ച് ഞാൻ ചോദിക്കട്ടെ, നിയമസഭയിൽ പങ്കെടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർ ഏതാ പാർട്ടി? സ്പീക്കർ ഏത് ഗവൺമെന്റ് ഭാഗം? സ്പീക്കർ പറഞ്ഞ ഒരു പരാതിയില്ല. അദ്ദേഹം വരുന്നതിന് ഞാൻ ചോദിക്കട്ടെ, അത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ അതിന്റെ നടപടിക്രമം അങ്ങനെയാണ്. അല്ല, അതെ, മാധ്യമങ്ങൾ ഉണ്ടാക്കിയ അതെ ഞാൻ ഇപ്പോഴും പറയുന്നു മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പുകമറയാണ് ഈ അന്തരീക്ഷത്തിൽ നിലനിന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്. അല്ലാതെ വേറൊരു രേഖാപരമായ തെളിവോ അല്ലെങ്കിൽ പരാതിയോ ഇല്ല, നിയമവ്യവസ്ഥയുടെ മുമ്പിൽ ഇല്ല. അതുകൊണ്ടും കൂടിയാണ് സസ്പെൻഷൻ. ഞാൻ ചോദിക്കട്ടെ, മാധ്യമങ്ങൾ ഊതി പെരുപ്പിച്ച കാര്യങ്ങൾ, പ്രചരിപ്പിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നെഞ്ചത്ത് കൈവച്ച് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് പറയാൻ കഴിയുമോ? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? അത് രാഹുൽ ആലോചിക്കും, ഞാനല്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അവകാശമാണ്. അത് ചെയ്യുമോ ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒരു സംശയമില്ല, മാധ്യമങ്ങൾ ആഘോഷിച്ച് ഈ കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കാൻ നടത്തിയ ഒരുപാട് നാടകങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഒന്ന്. രണ്ട്, ഇതേ സമയം മുകേഷിനെ കുറിച്ച് വന്ന കേസ് എന്താ? നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത്? മുകേഷ് നിയമസഭയിൽ ഇരിക്കണ്ടല്ലോ. ഇതിനു മുമ്പേ മുൻ MLA പാലക്കാട് ആരാ സംരക്ഷിക്കുന്നത്? പാർട്ടിയല്ലേ സംരക്ഷിക്കുന്നത്. BJPയുടെ നേതാക്കന്മാര് സ്ത്രീപീഡന കേസിൽ പ്രതിയായപ്പോൾ അവരെ സംരക്ഷിക്കുന്നത് ആ പാർട്ടിയുടെ സമുന്നത നേതാക്കളല്ലേ. അതൊക്കെ നിങ്ങൾ കണ്ണടയ്ക്കുന്നു, ഇരുട്ടാക്കുന്നു. നിങ്ങൾ പറഞ്ഞോ? അത് ആരാരോപിച്ചു? നിങ്ങൾ കൈരളി ചാനൽ? എന്റെ അറിയില്ല. ശബ്ദ സന്ദേശം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതില് ഫോറൻസിക് ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ടർ ചാനലും കൈരളി ചാനലും ഫോറൻസിക് പരിശോധന നടത്തിയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിയമവ്യവസ്ഥയല്ല, നിങ്ങൾ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ അനുവദിക്കുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു, നിങ്ങൾക്ക് സ്പേസ് ഉണ്ട്, നിങ്ങൾ നാലാം തൂണാണ്. എല്ലാ തെറ്റിദ്ധാരണകളും നിങ്ങൾ മാറ്റേണ്ട ആൾക്കാർ, നിങ്ങൾ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നത് എന്റെ നിലപാടല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചാനല് ഒരുപാട് പീഡനങ്ങൾ നടന്നല്ലോ, നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ആരെടുത്തു? എവിടെ എടുത്തു? ഞാൻ എല്ലാ ചാനലിന്റെ പേര് ഞാൻ പറയണോ? എനിക്കറിയാലോ. നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പരാതി ഉയർന്നില്ലേ? നിങ്ങളുടെ ചാനലിൽ പരാതി ഉയർന്നില്ലേ? നിങ്ങൾ എന്ത് നടപടിയെടുത്ത്? എന്താ ആ മാധ്യമത്തിന്റെ ഉടമസ്ഥൻ പറയുന്നത് കേട്ടാൽ ലജ്ജ തോന്നും. എന്താ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നാലാം തൂണായി അറിയപ്പെടുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾക്കുള്ളിൽ എന്തിനാ എനിക്കിന്നലെ വായിക്കുന്നത്? നിങ്ങൾ തന്നെ കൊടുത്ത് ഞാൻ വായിക്കേണ്ട കാര്യമുണ്ട്? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഇത് റിപ്പോർട്ടർ ചാനലല്ല നീതിന്യായ വ്യവസ്ഥ, കൈരളി ചാനലല്ല നിയമവ്യവസ്ഥ. ഈ നിയമവ്യവസ്ഥ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെ ഒന്ന് പ്രചരിച്ചാൽ അതിന് നടപടിയെടുക്കാൻ ഒരു സർക്കാരുണ്ട് ഇവിടെ. വീണ ജോർജ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താന്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ്. എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? അന്വേഷിച്ചു, തെളിവില്ലെന്ന് പറഞ്ഞു, കേസെടുത്തില്ല. ഇതാരാ പറഞ്ഞത്? കോൺഗ്രസ്സാ? KPCC-യാ? DCC-യാ? അന്വേഷിക്കാൻ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്.
ആ നിയമവ്യവസ്ഥയെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രചരിപ്പിക്കാം. ഞങ്ങൾ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആളുകൾ. അത്തരത്തിലൊരു പരാതിയുണ്ട്, അത്തരത്തിലൊരു കേസുണ്ട്, അത്തരത്തിലൊരു നടപടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കുണ്ടായ വിരോധം ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങ് ഉൾപ്പെടെ പ്രവർത്തിച്ച് ജയിപ്പിച്ചാണ് രാഹുലിനെ. ഇത്തരത്തിൽ അതൊരു വ്യാജമാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് തന്നെ രാഹുലിനോട് സംസാരിച്ച് ഈ വിഷയത്തിൽ ഡിഫമേഷന് വേണ്ടിയിട്ട് തൽക്കാലം ആ കാര്യത്തില് റിപ്പോർട്ടർ ചാനലിന്റെ ഉപദേശം വേണ്ട. അല്ല, ഇതിൽ ഒരു മാസമല്ലേ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടറാണ് കുറ്റം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കാനും വഴിയിൽ തടയുമ്പോൾ അത്തരത്തിൽ പ്രതിഷേധത്തിന് സംരക്ഷണം ഒരുക്കാനും പ്രശ്നമില്ലെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എന്ന് പറ. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ നടപ്പിലാക്കണോ? ഞങ്ങളുടെ അഭിപ്രായത്തിനല്ല വരാം. നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ നടപ്പിലാക്കണം. ഒരു MLA റോഡിൽ നടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ BJPയോട് പോയി ചോദിക്കുക എന്തുകൊണ്ടാണെന്ന്. എന്താ കാരണം? CPM-നോട് ചോദിക്കുക എന്താ കാരണം? നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, BJPയോട് പോയി ചോദിക്കുക എന്താ കാരണം? അയാൾ MLA അല്ലേ, ജനങ്ങൾ ജയിപ്പിച്ചല്ലേ, അയാളെ എങ്ങനെ നിങ്ങൾ തടയും? എന്തിനു തടയണം? അല്ല, അത് കോൺഗ്രസ്സുകാർ തീരുമാനിക്കും. ഞാൻ മാത്രം തീരുമാനിച്ചാൽ പറ്റില്ല. അവര് വോട്ടർമാര് കോൺഗ്രസ് ഉണ്ട്, രാഹുലിന് വോട്ട് ചെയ്ത BJPക്കാരുണ്ട്, രാഹുലിന് വോട്ട് ചെയ്ത CPM-കാരുണ്ട്. അവരോട് ചോദിക്കുക എന്തിനാ തടയണത്, എന്താ കാര്യം, എന്തിനാ രാഹുലിനെ തടയണത്? നിങ്ങൾ ഈ ആരോപണം പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ന്യൂസ് മലയാളത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് ആരോപണമുണ്ട്. നിങ്ങൾ പറ. നിങ്ങളുടെ ചാനലിൽ പ്രവർത്തിച്ച വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി അവിടെ പ്രവർത്തിച്ചതിന് തെളിവുണ്ടല്ലോ. നിങ്ങൾ എന്നെ വിട്ടല്ലോ. ഞാനെന്തിനാ പറയുന്നത്? നിങ്ങളല്ലേ കൊടുത്തു. നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്ഥാപനത്തിലെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കി നടത്തുക.